ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കേസിലേക്ക് നന്ദിത മഹാദേവനെ കൊണ്ടുവന്നത് നിന്റെ മിടുക്ക. പക്ഷേ കോടതി നടന്നതൊന്നും നിന്റെ മിടുക്കല്ല മോളെ. ജീവൻ നിന്റെ കളിപ്പാവായിരിക്കുന്നുള്ളത് നിന്റെ വെറും തോന്നല. നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആന്റി. നല്ലതിന് ശ്രമിച്ചു, പരാജയപ്പെട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ നിർത്തിക്കോ. ശരി ശരി. അമ്മാവനോട് ഞാന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സുജാതെ, കോടതിയിലെ കാര്യങ്ങൾ ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞായിരുന്നു. എന്താ ചെയ്യുക, ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒന്നല്ല 2 കൊലപാതകങ്ങളാ നമ്മുടെ അറിവിൽ അവൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കോടതി അതൊന്നും അംഗീകരിച്ചില്ലല്ലോ. നമ്മുടെ സദാനന്ദനെ കൊല്ലുന്നത് നമ്മുടെ ശരവണൻ നേരിട്ട് കണ്ടതല്ലേ? അവൻ ദൃസാക്ഷിയല്ലേ? അവനെ കോടതിക്ക് വിചാരണ ചെയ്തുകൂടായിരുന്നോ? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് അമ്മാവ? ജീവനെ പേടിച്ച് ഇനിയും നാട് വിട്ട് ഓടണോ? മോളെ, ആരും നാട് വിട്ടൊന്നും പോകാൻ പോകുന്നില്ല. നമ്മള് ഇവിടെ തന്നെ ജീവിക്കും. ജീവനെന്നല്ല, ആര് വന്നാലും നമ്മുടെ ഇടയ്ക്കൊന്നും കേറി വരാൻ പോകുന്നില്ല. കാരണമേ നമ്മുടെ മനസ്സ് ഒരുമിച്ചാ നിൽക്കുന്നത്. നിത്യമോളെ, നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ സംരക്ഷിക്കാൻ ഇവനില്ലേ? പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും ഒന്നും പറ്റാതെ നോക്കാൻ എന്നെ കൊണ്ടും പറ്റും. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ചു ദിവസം മാത്രം ഞാനൊന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ആ സമാധാനം അങ്ങോട്ട് പോയി കിട്ടി. കോടതിയിൽ നടന്നത് ജീവന്റെ വിധിയൊന്നുമല്ല, എന്റെ വിധിയാ. മോള് മിണ്ടാതിരിക്കുന്നുണ്ടോ? അങ്ങനെ നീ ഒറ്റയ്ക്കൊന്നും അനുഭവിക്കേണ്ടി വരില്ല. കൊല്ലാനാണ് വരുന്നതെങ്കിൽ എല്ലാവരെയും കൂടി ഒരുമിച്ച് അവൻ കൊല്ലട്ടെ. ജീവൻ, ഒരുപക്ഷെ അങ്ങനെ ഒരു വിധി അവരാരും പ്രതീക്ഷിച്ചു കാണില്ല. അവരും അതിന്റെ ഞെട്ടലിൽ നിന്ന് മാറാൻ ഇനി ഒരുപക്ഷെ ദിവസങ്ങളെടുക്കും. അഡ്വക്കേറ്റ് നന്ദിത മഹാദേവനെ കേസ് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ജീവൻ അല്പം സംശയം ഉണ്ടായിരുന്നല്ലേ? പക്ഷേ അവരെനിക്ക് ഉറപ്പ് തന്നിരുന്നു ജീവൻ രക്ഷപ്പെടുമെന്ന്. അല്ല, ഇനി ജീവന്റെ പരിപാടി എന്താ? എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നേ? അതെന്ത് ചോദ്യ വിപിനെ? ജീവൻ വേറെ എവിടേക്ക് പോവാനാ? ജീവന്റെ വീട്ടിലേക്ക് തന്നെ. പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ ജീവൻ? സ്വതന്ത്രനായി 1 മിനിറ്റ് കിട്ടിയാൽ പോലും ചതിച്ചവരൊക്കെ കൊല്ലുമെന്ന്. എന്നിട്ട് എന്താ ജീവൻ പോകാത്തത്? ഓ, ഇനിയിപ്പോ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതോടെ നിത്യയോടും ഹരിയോടുമുള്ള പ്രതികാരമൊക്കെ മറന്നോ? അല്ല ജീവ, ആദ്യം എന്തേലും ഒന്ന് പറ. എത്ര നേരം എങ്ങനെ ഇരിക്കുന്നു? എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജീവൻ അവരുടെ മുമ്പിൽ പോയി കെഞ്ചിക്കാണ് അപേക്ഷിക്കാൻ പോവാണെന്നോ? അത് എളുപ്പോ. വേണമെങ്കിലേ
വീണയും വിപിനുമാണ് കേസിന്റെ പുറകിലെന്നും അതുകൊണ്ടാ കോടതിയിൽ അങ്ങനെയൊക്കെ പെരുമാറിയെന്നും കൂടെ പറ. ആ, വീണ വിപിനൊന്നും മിണ്ടാതിരുന്നേ. ഇത്തരക്കാർക്ക് ഉപകാരം ചെയ്താലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസാനിക്കുക. നാണോ ഇല്ലേ ജീവ? ഞാൻ കരുതിയത് നടപടികളെ പൂർത്തിയാക്കി സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയാല് ആ നിമിഷം താൻ വീട്ടിലേക്ക് പോകുമെന്നാ. ഓരോന്നിനെയായിട്ട് വെട്ടി വെട്ടി കൊല്ലുന്നു. ഇതൊരുമാതിരി. വീണേ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് നീയല്ല പറയണ്ടേ. അപ്പോ എനിക്ക് പോണം. തന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. കേസിലേക്ക് നന്ദിത മഹാദേവനെ കൊണ്ടുവന്നത് നിന്റെ മിടുക്ക. പക്ഷേ കോടതി നടന്നതൊന്നും നിന്റെ മിടുക്കല്ല മോളെ. ജീവൻ നിന്റെ കളിപ്പാവായിരിക്കുന്നുള്ളത് നിന്റെ വെറും തോന്നല. വെറും തോന്നല്. കേട്ടോടി ജീവ, ജീവ. എന്താ ഇവന്? എനിക്കറിയില്ല. ഇതിനു വേണ്ടിയാണോ ഇയാൾക്ക് നമ്മൾ കൂട്ടുനിന്നത്? വൃത്തികെട്ടവൻ. സുജാതെ, സമയത്രയായില്ലേ? നമുക്ക് പോകണ്ടേ? എങ്ങോട്ടാ രാമകൃഷ്ണേട്ടാ? സാധാരണ എല്ലാവർക്കും ഏറ്റവും സുരക്ഷിതമായ സ്ഥലം സ്വന്തം വീട്. നമ്മുടെ കാര്യത്തിലോ ഏറ്റവും പേടിക്കേണ്ടത് സ്വന്തം വീട്. അല്ല, പേടി വേണം. പേടി എന്ന് പറഞ്ഞ ഒരു രീതിയിൽ മുൻകരുതല. പക്ഷേ ഈ ഇരിപ്പിവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, വരുന്നവരും പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. ആന്റി വാ, നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് ആലോചിക്കാം. ജീവന്റെ നീക്കങ്ങൾ അറിയാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ പ്രതിവിധി ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ.